തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്നലത്തോടുകൂടി അവർ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. 26-ാം തീയതി അതിന്റെ ഭാരവാഹികളും വരുന്നു. ആരാണ്? കോർപ്പറേഷനിലെ മേയർ, ചെയർമാൻ, ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ അതിന്റെ പശ്ചാത്തലം നമുക്ക് 26 അതായത് ഈ മാസം 30 കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചാലുവാകും, ഒക്കെ ആകും. അപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു രാഷ്ട്രീയം, കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഇനി എന്ത് സംഭവിക്കും? ഇത് വളരെ വിശദമായി നമ്മൾ കോൺഗ്രസിന്റെ ഭാവി, കമ്മ്യൂണിസ്റ്റിന്റെ ഭാവി, CPIന്റെ ഭാവി, BJPയുടെ ഭാവി നമ്മൾ വ്യത്യസ്തമായി അനലൈസ് ചെയ്തു. അപ്പോഴും നമ്മൾ വിട്ടുപോയിട്ടുള്ള ചില പാർട്ടികളുണ്ട്. കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, PV അൻവറിന്റെ പാർട്ടി, 2020, ഇങ്ങനെ പല പാർട്ടികൾ കേരളത്തിലുണ്ട്. എന്താണ് ശരിക്കും UDF ആണോ LDF ആണോ വരാൻ പോകുന്നത് എന്നുള്ള ചോദ്യമാണ്. 33% വോട്ടാണ് LDF ഇപ്രാവശ്യം പിടിച്ചത്. ടോട്ടൽ പോൾ ചെയ്തതിന്റെ 38% പിന്നെ കോൺഗ്രസ് പിടിച്ചിട്ടുണ്ട്. ആ 38%-നെ 38 തന്നെ നിർത്തിയാലും കോൺഗ്രസ് ആയിരിക്കും വരുന്നത്. 1% കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റിയാൽ കോൺഗ്രസിന് വരാൻ പറ്റും. അവർ അത് ഇപ്പൊ 80 സീറ്റാണ്. 80 യഥാർത്ഥത്തിൽ 70 സീറ്റിലെ 68 സീറ്റിൽ CPM മുന്നിലാണെന്ന് CPM അവകാശപ്പെടുന്നു. പക്ഷേ 60 സീറ്റിലാണ്, പിന്നെ 80 സീറ്റിലാണ് കോൺഗ്രസ് മുന്നിൽ എന്നുള്ളൊരു പഠനവും ഒരു നിരീക്ഷണവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 80 പിന്നെ 2 സീറ്റ് ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. ആര്? നമ്മുടെ BJP കൊണ്ടുപോയിട്ടുണ്ട്, വട്ടിയൂർക്കാവും നിയമവും. അങ്ങനെ 82 പോയി കഴിഞ്ഞാൽ പിന്നെ 140 എത്രയാ വരുന്നത്? 58 സീറ്റല്ലേ വരികയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? 58 സീറ്റാണോ ഉള്ളത്? അത് 68 സീറ്റാണ് MV ഗോവിന്ദൻ മാഷ് അവകാശപ്പെടുന്നത്. 68 ഞങ്ങൾ 71 ആക്കിയാൽ ഞങ്ങൾ വരും. എന്തായാലും ശതമാന കണക്കെടുക്കുമ്പോൾ 33% വോട്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിയിട്ടുള്ളൂ. അത് അവർക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടതുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവരാണ് ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ ഏറ്റവും വോട്ട് പിടിച്ചിരിക്കുന്നത്, കൊല്ലത്തും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഞങ്ങൾക്ക് അസംബ്ലി സീറ്റ് പിടിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് CPM നിൽക്കുന്നത്. ഇനി CPM അങ്ങനെ നിന്നുകൊണ്ട് ഞങ്ങൾ ഇനി നമ്മുടെ നമ്മുടെ ബഡ്ജറ്റ് വരുമ്പോൾ ശമ്പള പരിഷ്കരണവും പങ്കാളിത്ത പെൻഷന്റെ പിൻവലിക്കലും DA കൊടുക്കലും, അതുപോലെ തന്നെ നമ്മുടെ ആനുകൂല്യം ഉണ്ടല്ലോ, ക്ഷേമ പെൻഷൻ 2000 കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ 2500ലേക്ക് നമ്മൾ മാറ്റും എന്നുള്ള രീതിയിലേക്ക് 2500ലേക്ക് കൊണ്ടുപോയി. പിന്നെ ബാക്കി അംഗനവാടി, ആശാ വർക്കേഴ്സ് എല്ലാവർക്കും കുറേശ്ശെ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടുള്ള വലിയ ക്ഷേമ പ്രവർത്തനങ്ങൾ പിന്നെ യുവാക്കൾക്കും യുവതികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കുള്ള കുഞ്ഞു പാക്കേജുകൾ കൊണ്ടുവന്നുകൊണ്ട് ഒരു ജനപ്രിയ നടപ്പിലാക്കില്ല എന്നുള്ള പിന്നെ ചെയ്താൽ മതിയല്ലോ, കാരണം മെയിൽ തെരഞ്ഞെടുപ്പാവുമല്ലോ. വളരെ ജനപ്രിയമായ ഒരു വലിയ ബമ്പർ മലയാളിക്ക് ലോട്ടറി അടിക്കുന്ന രീതിയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് രക്ഷപ്പെടാം എന്നാണ് നമ്മുടെ CPM മുന്നണി ധരിക്കുന്നത്. എന്നാൽ അങ്ങനെ രക്ഷപ്പെടാൻ കഴിയത്തില്ല. കാരണം മുസ്ലിം കൺസോൾട്ടേഷൻ മലപ്പുറത്ത് നടന്നു കഴിഞ്ഞു. അവിടെ പ്രതിപക്ഷം പോലുമില്ല. ജില്ലാ പഞ്ചായത്തിലൊക്കെ ആ രീതിയിൽ മുസ്ലിം കൺസോൾട്ടേഷൻ അവിടെ നടന്നു. ക്രിസ്തീയ കൺസോൾട്ടേഷൻ ഇപ്പുറത്ത് നടന്നു കഴിഞ്ഞു. മാണി കോൺഗ്രസിന് വാട്ടർലൂ ആയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ വന്നത്. അവർ കോട്ടയത്തും പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും സകല സ്ഥലത്തും തോറ്റമ്പിയ ഒരു കഥയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളത്. അപ്പോൾ അവിടെ ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് നമ്മൾ കണ്ടത്. അപ്പൊ അങ്ങനെ മുന്നേറ്റം കണ്ട സാഹചര്യത്തിൽ അതുകൊണ്ട് ഇനി UDF വളരെ ശക്തമാണ്, പുതിയ കക്ഷികൾ വരണ്ട എന്നുള്ളത്. അപ്പോഴും PV അൻവർ പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ PV അൻവറിനെ എടുക്കണോ വേണ്ട എന്നുള്ളൊരു ചർച്ച നടക്കുന്നു. എടുത്താലും ഇല്ലെങ്കിലും ഞാൻ കൂടെ ഉണ്ടേ, എന്നെ കൂടെ കൂട്ടണേ, ഞാനും നിങ്ങളെ കൂടെ ആണേ, ഞാനും ഉണ്ടേ എന്ന് പറഞ്ഞ് PV അൻവർ പിറകിലേ ഉണ്ട്. VD സതീശൻ ഒന്ന് മെരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് PV അൻവർ ഒരു സീറ്റെങ്കിലും കൊണ്ട് അകത്ത് കയറാൻ സാധ്യതയുണ്ട്. അതേസമയം തോറ്റുപോയിരുന്നെങ്കിൽ, UDF വല്ലാതെ പിറകോട്ട് പോയിരുന്നെങ്കിൽ PV അൻവറിന്റെ ബാർഗനിങ് കപ്പാസിറ്റി കൂടുകയും ഒരു സീറ്റ് എന്നുള്ളത് 2 or 3 സീറ്റിലേക്ക് പിന്നെ സജി മഞ്ഞക്കാടനും അങ്ങനെ 2-3 പേർക്ക് പിന്നെ PV അൻവറിന് വേണമെങ്കിൽ ഒരു 3 സീറ്റ് വരെ കൊടുക്കാനുള്ള ചോദ്യം ചോദിക്കാനും മന്ത്രിയാക്കണമെന്നൊക്കെ ഉള്ള ഒരു ബാർഗനിങ് നടത്താൻ PV അൻവറിന് കഴിയുമായിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് കഴിയത്തില്ല. കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിനും PV അൻവർ ഇല്ലാതെ ജയിച്ചു, തദ്ദേശ ഭരണ സ്ഥാപനത്തിലും PV അൻവർ ഇല്ലാതെ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ ഒരു എന്താണ് ഇന്നോവേറ്റീവ് ഫാക്ടർ അല്ല. പക്ഷെ PV അൻവർ കൂടെ വരികയാണെങ്കിൽ നല്ലതാണ്. കാരണം അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഒരു മത്സരത്തിന്റെ ഇടയിൽ ഒരു സംശയം എടുക്കണ്ട, ഒരു ജാമ്യം എടുക്കണ്ട. അതിനേക്കാൾ നല്ലത് PV അൻവർ കൂടെ നിൽക്കട്ടെ എന്നാണ് UDF തീരുമാനിക്കുകയാണെങ്കിൽ PV അൻവർ അകത്തായിരിക്കും. ഒരു സീറ്റായിരിക്കും PV അൻവറിന് കൊടുക്കാൻ. നിലമ്പൂർ ആയിരിക്കണമെന്നില്ല, ബേപ്പൂരോ മറ്റെവിടെയെങ്കിലും കൊടുത്ത് ഒരു പ്രധാനപ്പെട്ട സീറ്റ് മരുമോനുണ്ടല്ലോ അവിടെ ഏതെങ്കിലും ഒരു സീറ്റ് കൊടുത്തുകൊണ്ട് മുഹമ്മദ് റിയാസിനെതിരെയോ അങ്ങനെ ഏതെങ്കിലും പ്രമുഖരായിട്ടുള്ള ആർക്കെങ്കിലും എതിരെ മത്സരിച്ച് PV അൻവർ ശക്തി തെളിയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ മന്ത്രിയാവും എന്നുള്ളത് പിന്നെയുള്ള വിഷയമാണ്. എന്തായാലും ആ ഒരു സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ 2020 സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണമാണ്. കിഴക്കമ്പലത്തും കുന്നത്തുനാടിലും അവിടെ എല്ലാം ഉണ്ടായിരിക്കുന്നത്. അത് കോൺഗ്രസും CPM കൂടെ ഒന്നിച്ചത് കൊണ്ട്, ജനകീയ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഒന്നിച്ചത് കൊണ്ടാണ് അവർക്ക് ക്ഷീണം വന്നത്. എന്തായാലും അവർക്ക് വലിയ ക്ഷീണം വന്നിട്ടുണ്ട്. 2020 സംബന്ധിച്ചിടത്തോളം നാമമാത്രമായ സ്ഥലത്താണ് വിജയിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോഴാണ്
നമ്മുടെ രാംവിലാസ് പാസ്വാന്റെ ചിരാഗ് പാസ്വാന്റെ ഒരു പാർട്ടി LJD എന്ന് ലോക് ജനതാദൾ LJD ലോക് ജനതാദൾ എന്ന് പറയുന്ന ആ പാർട്ടിക്കും ഒരു മെമ്പറെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പിന്നെ സ്വതന്ത്രന്മാർ 13%, സ്വതന്ത്രന്മാരും മറ്റെല്ലാ പാർട്ടികളും കൂടെ ജയിച്ചിട്ടുണ്ട്. 14%-നും 15%-നും ഇടയ്ക്കാണ് BJPക്ക് വോട്ട് കിട്ടിയിരിക്കുന്നത്. ആദ്യം BJP ഒരു 5 സീറ്റിലേക്കോ 10 സീറ്റിലേക്കോ മാറ്റുമോ? പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലമാണ് BJPയുടെ ഇപ്പോഴത്തെ കണ്ണായ സ്ഥലം. തൃശ്ശൂർ അവർ വിട്ടതുപോലെയാണ്. തൃശ്ശൂരിൽ പിന്നെ സുരേഷ് ഗോപിയുടെ എല്ലാ പരീക്ഷണങ്ങളും പരാജയപ്പെട്ടു. അത് കുറച്ചൊരു സിനിമ ശൈലിയായിരുന്നു. ഇപ്പോഴും സുരേഷ് ഗോപിയെ കുറിച്ച് എന്റെ നിരീക്ഷണം അല്ലെങ്കിൽ നാട്ടുകാരുടെ നിരീക്ഷണം, മറ്റുള്ളവർ പറയുന്നത്, ഒരുപാട് പേർ നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നത്, ഇദ്ദേഹം ഇപ്പോഴും ഭരത്ചന്ദ്രൻ IPS നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും ഷാജി കൈലാസ് പറയും പോലെ ഭരത്ചന്ദ്രൻ IPS കിടന്ന് കറങ്ങുകയാണ്. ഇദ്ദേഹം തിയറിറ്റീഷ്യനിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹം ജയിച്ചു, ശരിയാണ്. പക്ഷേ മറ്റുള്ളവരെ മൊബിലൈസ് ചെയ്യാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒട്ടുമേ തൊട്ട് തീണ്ടിട്ടില്ല. പത്രക്കാരെ കൈകാര്യം ചെയ്യുന്നതാവട്ടെ, പാവപ്പെട്ട ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നതാവട്ടെ, ഇഷ്ടമില്ലാത്തവരെ കൈകാര്യം ചെയ്യുന്നതാവട്ടെ, എല്ലാത്തിലും ഒരു മാടമ്പിത്തരം പോലെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ മാടമ്പി ഒന്നുമല്ല കേട്ടോ. വളരെ ജനലക്ഷങ്ങൾക്ക് വലിയ സഹായം ചെയ്യുന്ന, കാരുണ്യം ചെയ്യുന്ന, ജാതി മത വർഗ വർണ്ണം നോക്കാതെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വലിയ മനസ്സുള്ള ഒരു കലാകാരനാണ്. പക്ഷെ എന്ത് ചെയ്യാം, രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അത് പോരാ. രാഷ്ട്രീയം മറ്റൊരിടമാണ്. ആ ഇടം സുരേഷ് ഗോപിക്ക് ഇതുവരെ വഴങ്ങിയിട്ടില്ല. അൽഫോൺസ് കണ്ണന്താനത്തിനും വഴങ്ങിയില്ല. ഇങ്ങനെ ചില ആളുകൾക്ക് ഇത് വഴങ്ങുന്നില്ല. കാരണം അവർ നിന്ന ഫീൽഡ് വേറെയാണ്. അതിനനുസരിച്ച് സമൂഹം ഉയർന്നു വരണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ വരത്തില്ല. ഇത് പൊളിറ്റിക്സ് എന്നുള്ള വേറെ സ്പിയറാണ്. പക്ഷെ അവിടെ സുരേഷ് ഗോപി അമ്പെ പരാജയമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ മുൻനിർത്തി ഇനി തൃശ്ശൂർ പിടിക്കാമെന്നുള്ള അവരുടെ സ്ട്രാറ്റജി മാറുകയാണ്. അത് മറ്റൊരു തരത്തിലേക്കാണ് അവിടെ തൃശ്ശൂരിൽ പോകാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വേറൊരു തരത്തിൽ. അപ്പൊ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളാണ് BJP സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവർ നോക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം 3 പ്രമുഖരായ സ്ഥാനാർത്ഥികൾ നിൽക്കാൻ സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖരും, ശ്രീലേഖ IPS, രാജേഷോ, അവിന്യാസം ഈ കോർപ്പറേഷനിൽ മാറുമെന്ന് അറിയില്ല. കാരണം അവിടെ സീറ്റ് കുറവായതുകൊണ്ട് മാറുമെന്ന് അറിയത്തില്ല. അപ്പൊ കൃഷ്ണകുമാറോ അതുപോലെ പത്മജ വേണുഗോപാലും ഒക്കെ അടക്കമുള്ള, ഇനി നല്ല തമാശ അടക്കാൻ പോണ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാലും K മുരളീധരനും ആവുമെന്ന് പോലും അറിയത്തില്ല. സഹോദരങ്ങൾ തമ്മിൽ മത്സരിക്കുമെന്ന് പോലും അറിയത്തില്ല. അപ്പൊ ആ തരത്തിലേക്കൊക്കെയുള്ള വളരെ വലിയ തോതിലുള്ള മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. കൊല്ലത്ത് ചാത്തന്നൂരിൽ 2 പ്രാവശ്യമായിട്ട് അവർ 2ാം സ്ഥാനത്താണ് BJP വരുന്നത്. അവിടെയും വലിയ സാധ്യതയുണ്ട്. ഇപ്പൊ കോർപ്പറേഷനിൽ BJP പിടിച്ച സാഹചര്യത്തിൽ, മീൻസ് പ്രതിപക്ഷമായിട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ സാധ്യതയാണുള്ളത്. അപ്പൊ കേരളത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഇങ്ങോട്ട് എടുക്കണോ വേണ്ട എന്നുള്ള ജോസഫ് ഗ്രൂപ്പിന്റെ ചർച്ചയുണ്ട്. ജോസഫ് ഗ്രൂപ്പ് പറയുന്ന ഒരു കാരണവശാലും മാണി ഗ്രൂപ്പിനെ എടുക്കാൻ പറ്റത്തില്ല. മാണി ഗ്രൂപ്പ് അസന്നിഗ്ധമായിട്ട് പറയുന്നു, ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാലത്തെക്കാളും അഭിമാനിക്കാവുന്ന എല്ലാ മണ്ഡലങ്ങളിലും, ലീഗിന്റെ എല്ലാ സമസ്ത മേഖലകളിലും ലീഗ് അപ്രമാദിത്വം നേടിയിരിക്കുകയാണ്. ജലീൽ അവിടെ വളരെ വീക്കായിരിക്കുകയാണ്. TK ഹംസ പണ്ടേ വീക്കായി. ഇപ്പം ആരോഗ്യ പ്രശ്നങ്ങളായിട്ടൊക്കെ TK ഹംസ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ പാലോളി മുഹമ്മദ് അദ്ദേഹവും വീക്കായിരിക്കുകയാണ്. അപ്പോ പിന്നെ PV അൻവർ അവിടെ നിന്ന് പോയി. ഇപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം അബ്ദുറഹ്മാൻ എന്നുള്ള ഒരാളൊഴിച്ചിട്ട്, വളരെ കൃത്യമായ ആ കൂടെ നിൽക്കുന്ന ആളൊഴിച്ചിട്ട് CPM-ന് അവിടെ വലിയ നേതാക്കളില്ല എന്നുള്ളത് മലപ്പുറത്ത് CPM നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ഇനി ഏതെങ്കിലും മുതലാളിമാരെയോ നേതാക്കളെയോ കൊണ്ടുവരണം. അപ്പൊ ഇതാണ് നമുക്ക് ചിത്രം തരുന്ന ഒരു പശ്ചാത്തലം. ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ നിൽക്കുന്നത്, ഒരു അപ്പർ എഡ്ജിൽ നിൽക്കുന്നത് UDF ആണ്. അത് ചിലപ്പോൾ 80 മുതൽ 90 സീറ്റ് വരെ പോകാമെന്നാണ് പല കാൽക്കുലേഷനും പല പ്രവചനങ്ങളും പറയുന്നത്. അതേസമയം LDF എന്ത് നിലപാടെടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും, പത്മകുമാറിനെയും പുറത്താക്കി ഒരുപാട് പിന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ വീടുകളിലും പോയി സമസ്ത അപരാധവും പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ആളുകളെയും ചലിപ്പിച്ചാൽ, അതിനുള്ള സമയമുണ്ടോ എന്നറിയില്ല, ചലിപ്പിച്ചാൽ CPM-ന് അനുകൂലമാകുമോ എന്നറിയില്ല. അതേസമയം BJP സംബന്ധിച്ചിടത്തോളം അവർ CPM വേഴ്സസ് BJP എന്നാണ് പഠിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ UDF വേഴ്സസ് BJP എന്ന നിലയിലേക്ക് മാറുമ്പോൾ CPM-നെ തകർക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് BJP മുന്നോട്ട് വരികയും ഒരു 4, 5, 6 സീറ്റുകൾ പിടിക്കാനുള്ള തന്ത്രവുമായി BJPയും അരങ്ങിലുണ്ടാകും. അണിയറയിൽ ഇപ്പോൾ നടക്കുന്നത് അരങ്ങത്തേക്കുള്ള വേഷം കെട്ടലുകളാണ്.